ഇത്തവണ കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇത്തവണ കേരളത്തിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയില്ല എങ്കിൽ കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാകും കേരളത്തിൽ നേരിടേണ്ടി വരിക. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് തുടർഭരണം കിട്ടാത്ത സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ തകർന്നടിഞ്ഞ ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. ചില സംസ്ഥാനങ്ങൾ ഒഴികെ ഇന്ത്യയാകെ പരിശോധിച്ചാൽ ഇത്തരമൊരു രാഷ്ട്രീയ പ്രവണതയാണ് കാണാൻ കഴിയുക. ഉദാഹരണമായി നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനെ പരിശോധിക്കാം. ഒരു കാലത്ത് തെക്കേ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ കോട്ടയായിരുന്നു തമിഴ്നാട്. എന്നാൽ ഇന്ന് അവിടെ കോൺഗ്രസിൻ്റെ ഘടകമുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന് ഉത്തർപ്രദേശാണ്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കോട്ട, തകർക്കാൻ കഴിയാത്ത, ചരിത്രത്തിൽ ഒരിക്കലും തകർക്കാൻ കഴിയാത്ത കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഇന്ന് നാമാവശേഷമാണ്. എന്താണ് കാരണം കോൺഗ്രസിന് തുടർച്ചയായി അധികാരം ഇല്ല എങ്കിൽ കോൺഗ്രസ് സ്വാഭാവികമായി നശിച്ചു പോകും. ചില സംസ്ഥാനങ്ങൾ അപവാദമായി ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുമെങ്കിലും ഇന്ത്യ മുഴുവനായി ഇത്തരമൊരു പ്രവണതയാണ് കാണുന്നത്. ഇതിന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെ ഘടന തന്നെയാണ്. CPM-നെ പോലെയോ BJP-യെ പോലെയോ ഒരു കേഡർ പാർട്ടിയല്ല കോൺഗ്രസ്. അതൊരു വിശാലമായ ജനാധിപത്യ സംവിധാനമാണ്, ഒരു വലിയ ആൾക്കൂട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കളിയാക്കിൽ പറയുമ്പോൾ എതിരാളികൾ കളിയാക്കുന്നത് പോലെ അണികളേക്കാൾ കൂടുതൽ നേതാക്കളുള്ള ഒരു പാർട്ടി. അങ്ങനെ വളരെ വിശാലമായ ഒരു ജനക്കൂട്ടമാണ്, വലിയ ജനാധിപത്യ സ്വഭാവമുള്ള ഒരാൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ സംഘടനാപരമായി വലിയ ശക്തിയില്ല. അതായത് ഒരു കേഡർ പാർട്ടിയല്ല കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അധികാരം കൊണ്ട് മാത്രമേ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ. സംഘടനാപരമായി കോൺഗ്രസിന് പിടിച്ചു നിൽക്കുക അസാധ്യമാണ്. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കുകൾ ഏതെല്ലാമാണ് നമുക്ക് പരിശോധിക്കാം. കൃത്യമായ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടാണ് കോൺഗ്രസിനെ എക്കാലവും പിന്തുണച്ചിട്ടുള്ളത്. സവർണ ക്രൈസ്തവ വോട്ടിനൊരു പ്രത്യേകത, എവിടെയാണോ അധികാരമുള്ളത് അവിടേക്ക് ചായാനുള്ളൊരു പ്രവണത ഈ ക്രൈസ്തവ വോട്ടുകൾക്കുണ്ട്. ഉദാഹരണമായി കോൺഗ്രസിൻ്റെ ആധിപത്യകാലത്ത് ക്രൈസ്തവ സഭ കോൺഗ്രസിനൊപ്പമായിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസിനൊപ്പം പരമ്പരാഗതമായി തന്നെ ഇത്രയും വർഷക്കാലം കോൺഗ്രസിനൊപ്പം സഭകൾ നിന്നിട്ടുള്ളത്. എന്നാൽ കാലം മാറി. BJP അധികാരത്തിലെത്തിയതോടുകൂടി BJPക്ക് വോട്ട് ചെയ്യാനും BJPക്ക് ഒപ്പം നിൽക്കാനും ക്രൈസ്തവ സഭകൾ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ക്രിസംഖി എന്ന് പറയുന്ന ഒരു പുതിയ വിഭാഗം തന്നെ ഉണ്ടായിരിക്കുന്നു. ക്രൈസ്തവ സംഘപരിവാറുകാർ, അത്തരമൊരു വിഭാഗം തന്നെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസിന് ഒപ്പം ഉണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്ന ക്രൈസ്തവ വോട്ട് ബാങ്കുകൾ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJPയിലേക്ക് ചാഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ചായാൻ മടിയില്ല. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായി ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ ഒരുപക്ഷെ BJPയിലേക്ക് പോയാൽ കഴിഞ്ഞ തുടർച്ചയായി 10 വർഷം അധികാരത്തിലില്ലായിരുന്ന കോൺഗ്രസിന് ഒരു തവണ കൂടി 5 വർഷം കൂടി അധികാരമില്ലാതിരുന്നാൽ പൂർണ്ണമായും ഇത്തരത്തിലുള്ള വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇനി വടക്കേ മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയ സ്വാധീനം അവിടെ ഇല്ല എന്ന് കാണാൻ കഴിയും. അവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് മുസ്ലിം ലീഗാണ്. ലീഗിനെ സംബന്ധിച്ചും ഇത് തന്നെയാണ് അവസ്ഥ. കോൺഗ്രസിൻ്റേത് പോലെ തന്നെയാണ് ലീഗിൻ്റെയും അവസ്ഥ. അധികാരമുണ്ടെങ്കിൽ ആളുണ്ട്, ആൾക്കൂട്ടമുണ്ട്, ആരവമുണ്ട്. അധികാരമില്ലെങ്കിൽ മരണവീട് പോലെയാണ് ലീഗ് എന്ന് പറയേണ്ടി വരും. ഇത്തവണ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ലീഗിന് പഴയ പോലെ കടുംപിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ കഴിയും. സാധാരണ ലീഗ് കോൺഗ്രസിനോട് ഈ സീറ്റ് വിഭജന സമയത്ത് വിലപേശേണ്ടതാണ്. ഞങ്ങൾക്ക് ഇത്ര സീറ്റ് കൂടി വേണം, ഇത്ര സീറ്റ് കൂടി അധികമായി ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട്, ഞങ്ങൾ അതിനർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തർക്കിച്ചിരിക്കുന്ന ഒരു മുസ്ലിം ലീഗിന് നമുക്ക് ഇത്തവണ കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകളെ നിർത്താനും ലീഗ് തയ്യാറായിരിക്കുന്നു. അവരുടെയും ജീവൻ മരണ പോരാട്ടമാണ്, ലീഗിൻ്റെയും ജീവൻ മരണ പോരാട്ടമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 5 വർഷം കൂടി അധികാരമില്ലാതിരുന്നാൽ ലീഗും ക്രമേണ
ദുർബലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ചും മലബാർ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്ന മുസ്ലിം വോട്ട് ബാങ്കുകൾ മറ്റ് സമുദായ പാർട്ടികൾ, ഉദാഹരണമായിട്ട് SDPI പോലുള്ള പാർട്ടികളിലേക്ക് ചോർന്നു പോകാനുള്ള സാധ്യത ഏറെയാണ്. മുസ്ലിം ലീഗ് അത് മുന്നിൽ കാണുന്നു. പുരോഗമനപരമായ നിലപാടെടുത്തില്ല എങ്കിൽ കേരളത്തിൽ നിലനിൽക്കാൻ പ്രയാസമാണെന്ന് മുസ്ലിം ലീഗ് മുൻകൂട്ടി കാണുന്നു. അത്തരത്തിലാണ് ചരിത്രത്തിലാദ്യമായി ഈ 2 വനിതകളെ മത്സരിപ്പിക്കാൻ ലീഗ് തയ്യാറാകുന്നത്. ചുരുക്കം പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവരെ ആശ്രയിച്ച് കഴിയുന്ന ജോസഫ് വിഭാഗം പോലെയുള്ള ചെറിയ പാർട്ടികൾക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട ആവശ്യകത കൂടുതലാണ്. കോൺഗ്രസിനെയാണ് ഏറ്റവും കൂടുതൽ ഇത്തവണ പരാജയമുണ്ടായാൽ, UDFന് പരാജയമുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കോൺഗ്രസിനെയാണ്. കാരണം നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് വെന്നിക്കൊടി പാറിച്ചിരുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള തമിഴ്നാട് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്ന് കോൺഗ്രസിൻ്റെ ഘടകം പോലുമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിലും ഒരുപക്ഷെ ഭാവിയിൽ തുടർച്ചയായി അധികാരമില്ലാത്ത, തുടർച്ചയായി അധികാരം നിലനിർത്താൻ കഴിയാത്ത ഒരു കോൺഗ്രസിന് സംഘടനാപരമായി നിലനിൽക്കാൻ കഴിയില്ല. അണികൾക്കിടയിൽ കോൺഗ്രസിന് നിലനിൽക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, കോൺഗ്രസ് നേരിടുന്ന വലിയ നേതൃത്വത്തിൻ്റെ അഭാവമാണ്. നേരത്തെ K കരുണാകരൻ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു. AK ആന്റണി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നെങ്കിലും അദ്ദേഹം സജീവമല്ല. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അണികളിൽ ആവേശം നിറയ്ക്കാൻ തക്ക വിധമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം കോൺഗ്രസിന് ഇല്ല എന്ന് പറയാം. ഉള്ളത് VD സതീശനാണ്, രമേശ് ചെന്നിത്തലയാണ്, സണ്ണി ജോസഫാണ്, KC വേണുഗോപാലാണ്. ഈ 4 പേരാണ് കോൺഗ്രസിൽ നിലവിലുള്ളത്. ഇതിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നില്ല. ബാക്കി 3 പേരും മത്സര രംഗത്തുണ്ട്. ഇവർ 3 പേരും ഒരുപക്ഷെ വിജയിച്ച് കയറിയാൽ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഇവർ തമ്മിൽ അധികാരത്തിന് വേണ്ടി വടംവലി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് കോൺഗ്രസിന് എക്കാലത്തെയും ഒരു തകർച്ചയുടെ കാരണം തമ്മിലടിയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എത്ര ഗ്രൂപ്പുകളായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. കരുണാകരൻ ഗ്രൂപ്പ്, ഉമ്മൻചാണ്ടി ഗ്രൂപ്പ്, ആന്റണി ഗ്രൂപ്പ്, തിരുത്തൽവാദി ഗ്രൂപ്പ്, അങ്ങനെ അധികാരം കിട്ടുമ്പോൾ ഇല്ലാത്ത ഗ്രൂപ്പുകളെല്ലാം ഉണ്ടാവുകയും തമ്മിലടിച്ച് ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥ കൂടി കോൺഗ്രസിനുണ്ട് എന്നുള്ള കാര്യം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചുരുക്കത്തിൽ കോൺഗ്രസിന് ഇത്തവണ അധികാരം കിട്ടിയില്ല എങ്കിൽ, മുസ്ലിം ലീഗിന് അധികാരം കിട്ടിയില്ല എങ്കിൽ അടുത്ത 5 വർഷം കൂടി അവർ എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.